ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 14 ദിവസങ്ങളായി നയമാന്റെ വീട്ടിലെ പെൺകുട്ടി എന്ന കഥാപാത്രത്തെക്കുറിച്ച് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുവാൻ എന്നെ സഹായിച്ച കർത്താവിന് നന്ദി പറയുന്നു. അതിനവസരം ഒരുക്കിത്തന്ന ലൗലി സഹോദരിയോടും മറ്റു സഹോദരിമാരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കേട്ടും അഭിപ്രായങ്ങൾ പറഞ്ഞും പ്രോത്സാഹിപ്പിച്ച സഹോദരിമാർക്കും നന്ദി പറയുന്നു. ക്രിസ്തീയ സഹോദരിയുടെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 2-3 വാക്യങ്ങൾ നമുക്ക് ഇന്നും വായിക്കാം. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടു പോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. 3-ാം വാക്യത്തിലെ ഈ പെൺകുട്ടിയുടെ പ്രസ്താവനയെ നിരീക്ഷണ വിധേയമാക്കിക്കൊണ്ട് അവളുടെ പല സ്വഭാവ ഗുണങ്ങളും നാം കണ്ടു കഴിഞ്ഞല്ലോ. 2-ാം വാക്യത്തിൽ അവൾ ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ 3-ാം വാക്യത്തിലെ പ്രസ്താവനയിലൂടെ ചെറിയവളെങ്കിലും സ്വഭാവത്തിൽ അവൾ വലിയവളായിരുന്നു എന്ന് മനസ്സിലാക്കാം. 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. ഇത്രയും നല്ല സ്വഭാവങ്ങൾ ഉണ്ടായിരുന്ന ഈ പെൺകുട്ടിക്ക് ദൈവം നൽകിയ പ്രതിഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കറിയില്ല. എങ്കിലും ഈ ഒരു പ്രസ്താവനയിലൂടെ അവൾ 2 വലിയ നേട്ടങ്ങൾ കൈവരിച്ചതായി നമുക്ക് അനുമാനിക്കാം. അവളുടെ ഈ നേട്ടങ്ങൾ സാധാരണമായിരുന്നില്ല. അതുകൊണ്ട് ഈ പെൺകുട്ടിയെ നമുക്കിന്ന് അസാധാരണമായ നേട്ടം കൈവരിച്ചവൾ എന്ന് വിളിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 27-ാം വാക്യം വായിക്കാം. അവണ്ണം എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സുറിയാക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. ഇത് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ സിറിയക്കാരനായ നയമാനല്ലാതെ ഇസ്രായേലിലെ ഒരു കുഷ്ഠരോഗിക്കും സൗഖ്യം കിട്ടിയില്ല. അതായത് നയമാന് സൗഖ്യം കിട്ടിയത് അക്കാലത്ത് ഇസ്രായേലിൽ നടന്ന ഒരു അസാധാരണ സംഭവമായിരുന്നു. ഈ അസാധാരണ സംഭവത്തിന് കാരണക്കാരി ഈ പെൺകുട്ടിയാണ്. അക്കാലത്തെ കുഷ്ഠരോഗികളിൽ ആർക്കും സൗഖ്യം വന്നില്ലെങ്കിൽ ഇതുപോലെ മറ്റാരും പ്രവാചകനെ അവർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടാകില്ല. പ്രവാചകനെ നയമാന് പരിചയപ്പെടുത്തിയതിലൂടെ തൻ്റെ തലമുറയിൽ അവൾക്ക് മാത്രം സാധിച്ച ഒരു കാര്യമാണിത്. തികച്ചും അവളുടേത് ഒരു അസാധാരണ നേട്ടമായിരുന്നു. ഈ പെൺകുട്ടിയുടെ 2-ാമത്തെ നേട്ടം അവളുടെ പേര് ബൈബിളിൽ വന്നു എന്നുള്ളതാണ്. നയമാന്റെ സൗഖ്യം അസാധാരണമായൊരു സംഭവമായതുകൊണ്ട് അക്കാലത്തെ ഏറ്റവും വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യമായി തീർന്നിട്ടുണ്ടാകാം. ഇസ്രായേലിലും സിറിയയിലും മാത്രമല്ല, ഇസ്രായേലിൻ്റെ സൗഹൃദ രാജ്യങ്ങളായിരുന്ന യഹൂദയിലും ഏദോമിലും ശത്രുരാജ്യമായിരുന്ന മോവാബിലും വരെ ഈ കാര്യം ചർച്ചാ വിഷയമായിട്ടുണ്ടാകും. കഥകളായിട്ടോ കവിതകളായിട്ടോ ഒക്കെ വിവിധ നിലകളിൽ ഈ സംഭവം പ്രസ്താവിക്കപ്പെടുകയോ എഴുതപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകാം. അതിലെല്ലാം ഈ പെൺകുട്ടിയുടെ പേര് വന്നു കാണാൻ സാധ്യതയില്ല. പക്ഷേ ദൈവാത്മാവ് രേഖപ്പെടുത്തിയപ്പോൾ ഈ പെൺകുട്ടിയെ വിട്ടുകളഞ്ഞില്ല. എബ്രായ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തോടുള്ള സ്നേഹത്തിൽ നാം ചെയ്യുന്നതൊന്നും താൻ മറന്നു കളകയില്ല. ആരൊക്കെ മറന്നാലും മനഃപൂർവ്വം വിട്ടുകളഞ്ഞാലും ദൈവം മറക്കുകയുമില്ല, വിട്ടുകളയുകയുമില്ല. ദൈവം അവളെ മറന്നില്ല. ദൈവത്തിൻ്റെ പരിഗണനയിൽ താൻ വന്നു എന്നതിനേക്കാൾ വലിയൊരു നേട്ടമില്ല. ദൈവത്തിൻ്റെ പരിഗണനയിൽ വരിക എന്നതാണ് യഥാർത്ഥ നേട്ടം. മാനുഷികമായി നോക്കിയാൽ പേര് വരാൻ പാകത്തിനൊന്നും ഇവൾ ചെയ്തില്ല. ഒരു വാചകം പറഞ്ഞതേ ഉള്ളൂ. താൻ പറഞ്ഞ ഒരൊറ്റ വാചകത്തിലൂടെ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ ഇവൾ ഇടം പിടിച്ചു. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു കാര്യമായിട്ട് ദൈവം അവളുടെ വാചകത്തെ പരിഗണിച്ചു. അതിന് കാരണം ഈ വാചകത്തിലൂടെ വെളിപ്പെടുന്ന അവളുടെ സ്വഭാവ സവിശേഷതകളാണ്. വളരെയധികം നല്ല സ്വഭാവങ്ങളുള്ള ഒരു കുട്ടിയായിരുന്നു അവൾ. അവയിൽ ചിലത് മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത്. ഓരോന്നും വീണ്ടും എടുത്തു പറയുന്നില്ല. അവളിൽ നാം കണ്ട പല ഗുണങ്ങളും അവിടെ പ്രായമുള്ള കുട്ടികളിൽ കാണാൻ പ്രയാസമുള്ള കാര്യങ്ങളായിരുന്നു. അതുപോലെ അത്രയും കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരാളിൽ നിന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്തവയായിരുന്നു അവളുടെ പല ഗുണങ്ങളും. മാത്രമല്ല,
മാതൃകയായി അക്കാലത്ത് നേതൃത്വങ്ങളിൽ പോലും കാണാൻ കഴിയാത്ത ഈ ഗുണങ്ങൾ ഈ പെൺകുട്ടിയിൽ ഉണ്ടായിരുന്നു. അവൾ ജീവിച്ചിരുന്ന കാലഘട്ടവും അവളുടെ സാഹചര്യങ്ങളും ഈ ഗുണങ്ങളൊന്നും പ്രകടമാക്കാൻ അനുയോജ്യമായതായിരുന്നില്ല. വളരെയധികം പരിമിതികൾ ഉണ്ടായിരുന്നിട്ടും അസാധാരണ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഉതകുന്ന സ്വഭാവ സവിശേഷതകൾ അവൾക്കുണ്ടായിരുന്നു. പ്രിയ സഹോദരിമാരെ, വ്യക്തിപരമായ പരിമിതികളും പ്രതികൂലമായ സാഹചര്യങ്ങളും വേണ്ടത്ര മാതൃകയോ പ്രചോദനമോ ഇല്ലാത്തതും കർത്താവിനായി പ്രയോജനപ്പെടുന്നതിന് തടസ്സമല്ല. ചെറിയവളെങ്കിലും കർത്താവിനായി വലിയവ ചെയ്ത നയമാന്റെ വീട്ടിലെ ഈ പെൺകുട്ടിയെ നമുക്ക് മാതൃകയാക്കാം. ഈ പെൺകുട്ടിയെപ്പോലെ പ്രതികൂലങ്ങളിലും കർത്താവിന് പ്രയോജനപ്പെടുവാൻ ഈ ധ്യാനചിന്തകൾ നമുക്ക് സഹായമാകും. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെയൊരു പഠനത്തിന് സഹായിച്ച ദൈവത്തിനും അവസരം നൽകിയ ക്രിസ്തീയ സഹോദരിക്കും കേൾക്കുവാൻ മനസ്സ് കാണിച്ച സഹോദരിമാർക്കും നന്ദി. ദൈവനാമം മഹത്വപ്പെടട്ടെ.